ബിസ്മില്ലാ അൽഹംദുലില്ലാ വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, സത്യവിശ്വാസികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ മുഴുവൻ മേഖലകളിലും പാലിച്ചുകൊണ്ട് റബ്ബിനെ സൂക്ഷിച്ച് ജീവിക്കണമേ എന്ന് ആമുഖമായി വസിയ്യത്ത് ചെയ്യുന്നു, ഉപദേശിക്കുന്നു. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സോടുകൂടി സൂറത്തുൽ അംബിയാ പൂർത്തിയായി. അൽഹംദുലില്ലാ, അള്ളാഹു കബൂൽ ചെയ്യുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ക്ലാസ്സിൽ സൂറത്തുൽ അംബിയാന് ശേഷം നമുക്ക് പഠിക്കാനുള്ളത് സൂറത്തുൽ ഹജ്ജാണ്. ഹജ്ജുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഖുർആനിലെ ഒരുപാട് പ്രധാനപ്പെട്ട ചർച്ചകൾ അടങ്ങിയ ഒരധ്യായമാണ് സൂറത്തുൽ ഹജ്ജ് എന്ന് പറയുന്നത്. എന്താണ് ഹജ്ജ് എന്ന് പറഞ്ഞാൽ? ഹജ്ജ് എന്ന് പറഞ്ഞാൽ എന്താ? തീർത്ഥാടനം എന്ന് പറഞ്ഞാൽ പ്രത്യേകമായ ചില സ്ഥലങ്ങൾ ലക്ഷ്യം വെച്ചുകൊണ്ട് യാത്ര ചെയ്യുന്നതിനാണ് യഥാർത്ഥത്തിൽ ഹജ്ജ് എന്ന് പറയുന്നത്. ഇവിടെ ഹജ്ജ് കൊണ്ട് അർത്ഥമാക്കുന്നത് പരിശുദ്ധമായ മക്കയിൽ പോയി മക്കയുടെയും അതിൻ്റെ പരിസര പ്രദേശങ്ങളുടെയും ഭാഗമായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് ചെയ്ത് കാണിച്ച് തന്നിട്ടുള്ള ഇസ്ലാമിലെ 5 സ്തംഭങ്ങളിൽ ഒന്നായ ഹജ്ജാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്, ഉദ്ദേശിക്കുന്നത്. ശരിക്കും നമ്മളൊരു സ്ഥലത്തേക്ക് പലായനം ചെയ്യുന്നതിന്, തീർത്ഥാടനം നടത്തുന്നതിനൊക്കെ അറബിയിൽ എന്തെന്ന് ഉപയോഗിക്കും? ഹജ്ജും കൂടെ ഉപയോഗിക്കും. ഇത് യഥാർത്ഥത്തിൽ എന്താണ്? മക്കയിൽ, പരിശുദ്ധമായ മക്കയിൽ പോയി അതിൻ്റെ പരിസര പ്രദേശങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടക്കുന്ന ഇസ്ലാമിലെ ഒരു പുണ്യകർമ്മമാണ് ഏത്? ഹജ്ജ്. കാരണം ഇസ്ലാം കാര്യങ്ങൾ എത്രണ്ണ? 5 അതിൽ 5-ാമത്തേതാണ് എന്ത്? ഹജ്ജ് എന്ന് പറയുന്നത്. ഈ സൂറത്തിൽ ഇങ്ങനൊരു പേര് വരാനുള്ള കാരണം ഹജ്ജിനെ സംബന്ധിച്ചും മസ്ജിദുൽ ഹറമിനെ സംബന്ധിച്ചുമൊക്കെ കൃത്യമായി വ്യക്തമായ ചില വിശദീകരണങ്ങൾ സൂറത്തുൽ ഹജ്ജിലൂടെ അള്ളാഹു എന്ത് ചെയ്യുന്നുണ്ട്? പരാമർശിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ സൂറത്തിന് ഈ പേര് വരാനുള്ള കാരണം എന്ന് മുഫസ്സിരീങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്? രേഖപ്പെടുത്തിയത് കാണാൻ സാധിക്കും. ഇതിൽ 78 ആയത്തുകളാണ് ആകെയുള്ളത്. സൂറത്തു ഹജ്ജിൽ 78 വചനങ്ങളാണുള്ളത്. ഈ സൂറത്തിൻ്റെ അവതരണം ചില ആയത്തുകൾ മദീനയിലും ചില ആയത്തുകൾ മക്കയിലുമാണ് എന്ത് ചെയ്തിട്ടുള്ളത്? അവതരിച്ചിട്ടുള്ളത്. അതായത് 52 മുതൽ 55 വരെയുള്ള ആയത്തുകൾ മക്കയിലാണ്. അതായത് മക്കയുടെയും മദീനയുടെയും ഇടക്ക് വെച്ചാണ് എന്നാണ് മുഫസ്സിരീങ്ങൾ രേഖപ്പെടുത്തി വച്ചിട്ടുള്ളത്. 52 മുതൽ 55 വരെയുള്ള ആയത്തുകൾ. ബാക്കി മദീനയിൽ വെച്ചാണ് അവതരിച്ചത് എന്നും എന്ത് ചെയ്യുന്നുണ്ട്? മുഫസ്സിരീങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇമാം ഖുർത്തുബിനെ പോലെയുള്ള, ഇമാം സഅദിയെ പോലെയുള്ള മുഫസ്സിരീങ്ങൾ രേഖപ്പെടുത്തി വച്ചത് 19 മുതൽ 24 കൂടിയ വചനങ്ങൾ ഒഴിച്ച് ബാക്കിയെല്ലാം മദീനയിൽ അവതരിച്ചതാണ് എന്നാണ് സർവ മുഫസ്സിരീങ്ങളും അഭിപ്രായപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ
52 മുതൽ 55 വരെ മക്കയുടെയും മദീനയുടെയും ഇടയിലുള്ള സ്ഥലത്ത് വെച്ചാണ് എന്ത് ചെയ്തിട്ടുള്ളത്? അവതരിച്ചത്. 19 മുതൽ 24 വരെയുള്ള വചനങ്ങൾ എവിടെ അവതരിച്ച്? മക്കയിലാണ് അവതരിച്ചത്. ബാക്കി ആയത്തുകൾ മുഴുവനും മദീനയിലാണ് അവതരിച്ചത്. അതുകൊണ്ട് ഈ സൂറത്ത് ഏത് ഇതിലായിട്ടാണ് പരിഗണിക്കുക? മക്കിയായ സൂറത്തുകളും മദനിയായ സൂറത്തുകളും ഉണ്ടല്ലോ. അതിലിത് മക്കിയായ സൂറത്താണോ മദനിയായ സൂറത്താണോ? ഭൂരിഭാഗം ആയത്തുകളും അവതീർണമായത് മദീനയിൽ വെച്ചായതുകൊണ്ട് തന്നെ, അതായത് ഹിജ്റക്ക് ശേഷം അവതരിച്ചത് കൊണ്ട് തന്നെ എന്താണ് ആ സൂറത്തിന് മദനിയായ സൂറത്ത് എന്നാണ് പരിഗണിക്കുക. അതുകൊണ്ട് സൂറത്തുൽ ഹജ്ജ് മദനിയായ സൂറത്താണ്. മദീനയിലാണ് ഭൂരിഭാഗം ആയത്തുകളും എന്ത് ചെയ്തിട്ടുള്ളത്? അവതീർണമായിട്ടുള്ളത്. 52 മുതൽ 55 വരെ മക്കയുടെയും മദീനയുടെയും ഇടക്കുള്ള സ്ഥലത്ത് വെച്ച്, അതേപോലെ തന്നെ 19 മുതൽ 24 വരെ മക്കയിൽ അവതരിച്ചത്, ബാക്കി മുഴുവനും മദീനയിൽ അവതരിച്ചതാണ് എന്നാണ്. അതായത് മദനിയായ സൂറത്താണ്. എന്താ മക്കിയായ മദനിയായ സൂറത്ത് എന്ന് പറഞ്ഞാൽ? മക്കിയായ സൂറത്ത് എന്ന് പറഞ്ഞാൽ മക്കയിൽ അവതരിച്ചതും മദനിയായ സൂറത്ത് എന്ന് പറഞ്ഞാൽ മദീനയിൽ അവതരിച്ചതെന്നാണോ? ഹിജ്റക്ക് മുമ്പും ഹിജ്റക്ക് ശേഷവും. മനസ്സിലായോ? അപ്പോൾ ഇത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹിജ്റക്ക് ശേഷം അവതരിച്ച അധ്യായമായിട്ടാണ് എന്ത് ചെയ്യുന്നത്? പരിഗണിക്കുന്നത്. എന്നാൽ ചില ആയത്തുകൾ എന്താണ് മക്കയുടെയും മദീനയുടെയും ഇടയിലും ചില ആയത്തുകൾ മക്കയിലും അവതരിച്ചിട്ടുണ്ട് എന്ന് മുഫസ്സിറുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ ഈ സൂറത്തിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്, അതായത് ഈ സൂറത്ത് അവതരിക്കാനുള്ള കാരണം തഫ്സീറുകളിൽ വിശദീകരിക്കുന്നുണ്ട്. വിശുദ്ധ ഖുർആനിൽ നിന്ന് ഒരുപാട് വിഷയങ്ങളെ പ്രതിപാദിക്കുന്ന അല്ലെങ്കിൽ പരാമർശിക്കുന്ന കാര്യങ്ങൾ ഈ സൂറത്തിൽ വന്നിട്ടുണ്ട് എന്നുള്ള. ഈ സൂറത്ത് പരാമർശിക്കുന്ന വിഷയങ്ങൾ എന്ന് പറഞ്ഞിട്ട് എഴുതിക്കോളി. ഈ സൂറത്ത് പരാമർശിക്കുന്ന വിഷയങ്ങൾ: 1, മരണാനന്തര ജീവിതത്തെക്കുറിച്ച്. സൂറത്തു ഹജ്ജിൽ പരാമർശിക്കുന്ന വിഷയങ്ങൾ എന്ന് പറയുന്നത് 1, മരണാനന്തര ജീവിതത്തെക്കുറിച്ച്. 2, ഹജ്ജിനെയും മസ്ജിദുൽ ഹറമിനെയും സംബന്ധിച്ച് പരാമർശിക്കുന്നുണ്ട്. ഹജ്ജിനെയും മസ്ജിദുൽ ഹറമിനെയും സംബന്ധിച്ച് പരാമർശിക്കുന്നുണ്ട്. 3, യുദ്ധം, അക്രമികാരികളുടെ നാശം, സൃഷ്ടാവിൻ്റെ അസ്തിത്വം, വിഗ്രഹദൈവങ്ങളുടെ ദുർബലത, ഇത്രയും കാര്യങ്ങളാണ് സൂറത്തുൽ ഹജ്ജിലൂടെ പരാമർശിക്കുന്ന വിഷയങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഏതൊക്കെയാണ്? 1, മരണാനന്തരത്തെക്കുറിച്ച്, ഹജ്ജിനെയും മസ്ജിദുൽ ഹറമിനെയും സംബന്ധിച്ച്, യുദ്ധത്തെക്കുറിച്ച്, അക്രമികളായ ആളുകളുടെ നാശത്തെ സംബന്ധിച്ച്, സൃഷ്ടാവിൻ്റെ അസ്തിത്വത്തെക്കുറിച്ച്, വിഗ്രഹദൈവങ്ങളുടെ, അതായത് വിഗ്രഹങ്ങളെ ദൈവങ്ങളായി പൂജിക്കുന്ന, ആരാധിക്കുന്ന, ആചരിക്കുന്ന, അവരെ ബഹുമാനിക്കുന്ന ആളുകളുടെ ദുർബലതയെ സംബന്ധിച്ചും സൂറത്തുൽ ഹജ്ജിലൂടെ എന്ത് ചെയ്യുന്നുണ്ട്? പ്രതിപാദിക്കുന്നുണ്ട്. അപ്പോൾ ഒന്നാമത്തെ കാര്യം, സൂറത്തുൽ ഹജ്ജ് അവതീർണമായത് മദീനയിൽ, എന്നാൽ ചില ആയത്തുകൾ മക്കയുടെയും മദീനയുടെയും, ചിലത് മക്കയിലും അവതരിച്ചത്. അതേതാന്നുള്ള ഞാൻ പറഞ്ഞു തന്നു. രണ്ടാമത്തെ 78 വചനങ്ങളാണ് സൂറത്തുൽ ഹജ്ജിലുള്ളത്. മൂന്നാമതായി പറഞ്ഞതെന്താ? ഈ പേര് കിട്ടാനുള്ള കാരണം ഹജ്ജുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൂടുതൽ ഇസ്ലാമിൻ്റെ ഹജ്ജുമായി ബന്ധപ്പെട്ട് വിശദീകരിച്ചൊരു അധ്യായം എന്നുള്ളത് കൊണ്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്? ഈ അധ്യായത്തിന്
ആ പേര് നൽകിയിട്ടുള്ളത് എന്നാണ് മുഫസ്സിരീങ്ങൾ രേഖപ്പെടുത്തിയത്. അതുപോലെ തന്നെ മറ്റേ കാര്യം എന്താ? എത്ര വചനങ്ങളാ? 78 വചനങ്ങൾ പ്രതിപാദിക്കുന്ന വിഷയങ്ങൾ. ഇത്രയും കാര്യങ്ങളാണ് ആമുഖമായി ഈ സൂറത്തിനെ സംബന്ധിച്ച് പറയാനുള്ളത്. പിന്നെ ഹജ്ജ് എന്ന് പറഞ്ഞാൽ തീർത്ഥാടനം എന്നാണ് അർത്ഥം. ഉദ്ദേശിക്കുന്നത് പരിശുദ്ധമായ മക്കയിൽ പോയി ഇസ്ലാമിലെ പുണ്യകർമ്മമായ 5 പഞ്ചസ്തംഭങ്ങളിൽ ഒന്നായ ഹജ്ജ് നിർവഹിക്കുന്ന ആ തീർത്ഥാടനമാണ് എന്ത് ചെയ്യുന്നത്? ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇതിലൊന്നാമത്തെ ആയത്ത് മനുഷ്യരോടുള്ള, സർവ മനുഷ്യരോടുള്ള അള്ളാഹുവിൻ്റെ കൽപ്പനയാണ്. എല്ലാ മനുഷ്യരോടും, മുസ്ലിങ്ങളോട് മാത്രമല്ല. വിശുദ്ധ ഖുർആനിൻ്റെ പ്രയോഗം തന്നെ എങ്ങനെയാ? ചില കാര്യങ്ങൾ ലോകത്തുള്ള സർവ മനുഷ്യരോടും, അത് ഖിയാമത്ത് നാൾ വരെ ജനിക്കാനിരിക്കുന്ന മുഴുവൻ ആളുകളോടുള്ള അഭിസംബോധനയാണ്. മറ്റൊന്ന് കാഫിറുകളോട് ഖുർആൻ പ്രത്യേകമായി എടുത്തു പറഞ്ഞതുണ്ട്. പലതും നമ്മൾ പല ആയത്തുകളും സൂറത്തുൽ അംബിയായിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. വേറൊന്ന് വിശ്വാസികളോട് അള്ളാഹു പ്രത്യേകമായി എടുത്തു പറഞ്ഞു. യാ അയ്യുഹല്ലദീന ആമനു, സത്യവിശ്വാസികളെ എന്ന് വിളിച്ചുകൊണ്ട് അള്ളാഹു അഭിസംബോധന ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ വ്യത്യസ്തമായ രീതിയിൽ ഖുർആൻ അഭിസംബോധന ചെയ്യുന്ന വിഷയങ്ങളിൽ സർവ മനുഷ്യർക്കുമായിട്ടുള്ള ഖുർആനിൻ്റെ ആമായ പ്രയോഗമാണ് യാ അയ്യുഹന്നാസ് എന്നുള്ളത്. ഓ മനുഷ്യരെ എന്ന അർത്ഥത്തിൽ ലോകത്തുള്ള സർവ മനുഷ്യരെയും, അവിടെ മുസ്ലിമെന്നോ അമുസ്ലിമെന്നോ വിശ്വാസിയെന്നോ അവിശ്വാസിയെന്നോ ഒന്നും ഒരു വ്യത്യാസമില്ല. മനുഷ്യൻ എന്ന പരിഗണന മാത്രം. അങ്ങനെയുള്ള സർവ മനുഷ്യരോടും അള്ളാഹുവിൻ്റെ വാഗ്ദാനമായിട്ടാണ് ഒന്നാമത്തെ ആയത്ത് തന്നെ എന്ത് ചെയ്യുന്നത്? വിശദീകരിക്കുന്നത്. യാ അയ്യുഹന്നാസു ഇത്തഖൂ റബ്ബക്കും ഇന്ന സൽസലതസ് സാഅതി ശൈഉൻ അദീം. ഒന്നും കൂടെ കേട്ടോക്ക്. യാ അയ്യുഹന്നാസു ഇത്തഖൂ റബ്ബക്കും ഇന്ന സൽസലതസ് സാഅതി ശൈഉൻ അദീം. ഒന്ന് മതി നോക്ക്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. യാ അയ്യുഹന്നാസു ഇത്തഖൂ റബ്ബക്കും ഇന്ന സൽസലതസ് സാഅതി ശൈഉൻ അദീം. ഒന്നും കൂടെ ഓത്. യാ അയ്യുഹന്നാസു ഇത്തഖൂ റബ്ബക്കും ഇന്ന സൽസലതസ് സാഅതി ശൈഉൻ അദീം. ഒന്നും കൂടെ നിങ്ങൾ എന്ത് ചെയ്തോളൂ, കേട്ടോ. യാ അയ്യുഹന്നാസു ഇത്തഖൂ റബ്ബക്കും ഇന്ന സൽസലതസ് സാഅതി ശൈഉൻ അദീം. കാണാതെ പഠിച്ചില്ലേ? ഇനി നിങ്ങളിതൊരു 4-5 പ്രാവശ്യം ആവർത്തിച്ച് ഓതിക്കഴിഞ്ഞാൽ ഓരോ ആയത്തും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? കാണാതെ പഠിച്ചു പോകാൻ പറ്റും. ഇനി ഒന്നും കൂടെ നിങ്ങൾക്ക് ബൈഹാർട്ടാവും. എങ്ങനെ? ഞാനിതിൻ്റെ ഓരോ പദാനുപദ അർത്ഥങ്ങൾ പറയുമ്പോൾ. മനസ്സിലായിട്ടോ? അപ്പം നിങ്ങളിപ്പം തന്നെ ഇന്ന് ശ്രമിക്കണം. ഇതിപ്പോൾ ഇന്ന് ഞാനെൻ്റെ അടുത്ത് പോയി, ഞാൻ അടുത്ത ബുധനാഴ്ച വരുമ്പോൾ നിങ്ങളിങ്ങനെ വന്ന് ഓതിയാൽ ഇത് കിട്ടൂല. അപ്പം നമ്മൾ മറന്നുപോയിണ്ടാവും. ഖുർആൻ്റെ ഒരു പ്രത്യേകതയാണ് എന്ത്? ആവർത്തിച്ച് പാരായണം ചെയ്താൽ വേഗത്തിൽ എളുപ്പത്തിൽ അത് ഹിഫ്ളാക്കാൻ കഴിയുന്നതാണ്. അല്ലേ? ഇന്നത്തഖാ റബ്ബുക്കും, ബാക്കി നോദിക്കാണ്. ഫബി അയ്യി ആലായി. എല്ലാവർക്കും വേഗത്തിൽ കിട്ടിയില്ലേ? എന്തേ കാര്യം? എന്തുകൊണ്ടാ കാര്യം എന്നറിയോ?
ഫബി അയ്യി ആലാഇ റബ്ബിക്കുമാ തുകദ്ദിബാൻ എന്നുള്ളത് ആ സൂറത്തുർ റഹ്മാനിൽ 31 തവണ എന്ത് ചെയ്തിട്ടുണ്ട്? ആ ആയത്ത് ആവർത്തിച്ചു വന്നിട്ടുണ്ട്. എത്ര? 31 തവണ ആവർത്തിച്ചു വന്നിട്ടുണ്ട്. അപ്പം ആവർത്തിച്ചു വന്നതുകൊണ്ടാണ് ആ സൂറത്തിലുള്ള ആ ഒരു ആയത്ത് നമ്മൾ ഫബി അയ്യി എന്ന് പറയുമ്പോഴേക്ക് തന്നെ ആലാഇ റബ്ബിക്കുമാ തുകദ്ദിബാൻ എന്നോതുന്നത്. ഇതേപോലെ വിശുദ്ധ ഖുർആനിലെ ഓരോ വചനങ്ങളും നിങ്ങൾ എത്ര കണ്ട് ആവർത്തിച്ചോതുന്നുവോ ആ പാരായണം നിങ്ങളുടെ ഹൃദയത്തിൽ എന്ത് ചെയ്യും? തങ്ങി നിൽക്കുമെന്ന് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് വിശദീകരിച്ച് തന്നിട്ടുണ്ട്. ഖുർആന്റെ ആവർത്തിച്ചുള്ള പഠനം നമ്മുടെ ഹൃദയത്തിൽ എന്ത് ചെയ്യും? അത് പിടിച്ചു നിർത്തും. അതുകൊണ്ടാണ് ഖുർആൻ തന്നെ പറഞ്ഞിട്ടുണ്ട് ഖുർആന്റെ പഠനം എളുപ്പമാണ്. കേവലമായ ഒരു കേൾക്കൽ മാത്രമായി എന്ത് ചെയ്യരുത്? നിങ്ങൾ ആ രൂപത്തിൽ കാണരുത്. മറിച്ച് ഇത് പഠിക്കണം എന്ന നീയത്തോടു കൂടി നിങ്ങളിത് പഠിച്ചോക്ക്. വളരെ സിമ്പിളാ. യാ അയ്യുഹന്നാസ് തഖൂ റബ്ബക്കും ഇന്ന സൽസലത്തസ്സാഅത്തി ഷൈഉൻ അളീം. അർത്ഥം കൂടി പറയുമ്പോൾ ഒന്നും കൂടി കൂടുതൽ എന്താവും? എളുപ്പമാകും. അതിൻ്റെ മുമ്പ് തജ്വീദ് നിയമങ്ങൾ ശ്രദ്ധിക്കാനുള്ളത് യാ അയ്യുഹന്നാസ് എന്നുള്ളിടത്ത് ഇവിടെ എന്തുണ്ട്? മദ്ദുണ്ട്. യാ അയ്യുഹന്നാസ് അല്ലേ? ആ യാ കഴിഞ്ഞിട്ട് ഹംസാണ് വന്നിട്ടുള്ളത്. യാ കഴിഞ്ഞിട്ട് ഹംസാണ് വന്നത്, കണ്ടോ? അതുകൊണ്ട് തന്നെ മദ്ദിന് ശേഷം ഹംസ് വന്നാൽ അവിടെ എത്ര നീട്ടണം? 6 ഹർക്കത്ത് പറയുന്ന അത്രയും നീട്ടണം. അപ്പൊ എങ്ങനെ ഒന്നോദിക്ക്? ഓക്കെ. യാ അയ്യുഹ. പിന്നെ അന്നാസു, ശദ്ദുള്ള നൂന് വന്നു കഴിഞ്ഞാൽ കണ്ടോ? ശദ്ദുള്ള നൂനാണ്. അന്നാസു, ആ നൂനിന് എന്ത് ചെയ്യണം? മണിക്കണം. അപ്പൊ ഈ അയ്യുഹന്നാസ്, യാ അയ്യുഹന്നാസ് എന്നുള്ളതിൽ 2 തജ്വീദിന്റെ നിയമങ്ങൾ വന്നു. ഒന്ന് മദ്ദാണ്, മറ്റൊന്ന് ശദ്ദുള്ള നൂന്. അവിടെ ആ 2 നിയമങ്ങളും എന്ത് ചെയ്യുക? എവിടെ അങ്ങനെ വന്നോ അവിടെയൊക്കെ അങ്ങനെ തന്നെ ഓതേണ്ടത്. നമ്മളത് കൃത്യമായിട്ട് പഠിച്ചു പോകുന്നതുകൊണ്ട് ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല. പിന്നെന്താ പറഞ്ഞ്? ഇത്തഖൂ. അവിടെ ഇത്തഖൂ എന്ന് പറയുമോ തഖൂ എന്ന് പറയുമോ? എങ്ങനെ? അവിടെ എന്താ ഉള്ളത്? ഈ സാധനം എന്താ? ഈ അലിഫിന്റെ മേലുള്ള ഈ സാധനം എന്താ? ഹംസത്തുൽ വസ്ൽ എന്നാണ് അതിന് പറയാം. സ്വാദ് ഇങ്ങനെ മുറിച്ചിട്ട മാതിരി തോന്നും. അതെന്തിനുള്ളതാ ഹംസത്തുൽ വസ്ൽ? അതൊരു പദത്തിന്റെ മധ്യത്തിൽ വന്നാൽ ആ പദം എന്ത് ചെയ്യൂല? അവിടെ ഹംസത്തുൽ വസ്ലിനെ ഉച്ചരിക്കൂല. എന്നാൽ ഒരു പദം തുടങ്ങുന്നിടത്ത് അത് വന്നാൽ അതിന് ഹർക്കത്ത് കൊടുത്തുകൊണ്ടായിരിക്കണം എന്ത് ചെയ്യേണ്ടത്? ഉച്ചരിക്കേണ്ടത്. ഇപ്പോൾ ഒരാള് ഇത്തഖൂ എന്നാണ് പറയേണ്ടത്. തഖൂ എന്ന് പറയുകയാണെങ്കിൽ ഇത്തഖൂ, ഈ തഖൂ എന്നെ ഒറ്റക്ക് പറയുകയാണെങ്കിൽ അതിനെ ഉച്ചരിക്കണം. ഏതുപോലെ? ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം എന്നാണ് നമ്മൾ പറയാം അല്ലേ? ഇഹ്ദിന ഉണ്ടോ? അവിടെ ഹംസത്തുൽ വസ്ലാണ് ഫസ്റ്റ്. ഹംസത്തുൽ വസ്ൽ. അപ്പൊ അവിടെ ഇഹ്ദിന എന്ന് പറയും. നമ്മളില്ലല്ലോ, ഇഹ്ദിന എന്ന് പറയില്ലേ? ഈ എന്നുള്ള ഉച്ചരിക്കുമല്ലോ. അതേപോലെ ഇത്തഖൂ എന്ന് പറയുകയാണെങ്കിൽ അവിടെ എന്ത് ചെയ്യണം? ഹർക്കത്ത് കൊടുത്തുകൊണ്ട് ഉച്ചരിക്കണം. പദം തുടങ്ങുകയാണെങ്കിൽ ഹംസത്തുൽ വസ്ലിനെ ഹർക്കത്ത് നൽകിക്കൊണ്ട് ഉച്ചരിക്കണം. അപ്പൊ ഇവിടെ എങ്ങനെ ഉച്ചരിക്കേണ്ടത്? അയ്യുഹന്നാസു തഖൂ റബ്ബക്കും ഇന്ന സൽസലത്തസ്സാഅതി ശൈഉൻ അളീം. ഇവിടെ എങ്ങനെ ഉച്ചരിച്ച്?
യാ അയ്യുഹന്നാസു തഖൂ, തഖൂ ഉണ്ടോ? ഈ എന്നുള്ളത് എന്ത് ചെയ്തിട്ടില്ല? ഉച്ചരിച്ചിട്ടില്ല. അവിടെ ആ താഇനെ എന്ത് ചെയ്തൊക്കെയാണ്? ചേർത്ത് ഓതിയൊക്കെയാണ് അല്ലേ? യാ അയ്യുഹന്നാസു തഖൂ, തഖൂ ഉണ്ടോ? ഇത്തഖൂ എന്ന് പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടില്ല. ഞാൻ അതിൻ്റെ അർത്ഥം കൂടി മനസ്സിലാക്കി നോക്ക് നിങ്ങൾ. യാ അയ്യുഹന്നാസ്, നാസ് എന്ന് പറഞ്ഞാൽ ജനങ്ങൾ. യാ അയ്യുഹന്നാസ്, ഏ ജനങ്ങളെ. ആ യാ എന്നുള്ളത് നിദാഇൻ്റെ യാ ആണ്, ഒരു വിളിയുടെ യാ ആണ്. യാ അയ്യുഹന്നാസ്, ഓ ജനങ്ങളെ. ഇത്തഖൂ, നിങ്ങൾ സൂക്ഷിക്കുക. ഇത്തഖൂ എന്ന് പറഞ്ഞാൽ നിങ്ങൾ സൂക്ഷിക്കുക. അപ്പോൾ ഉണ്ടോ, അതൊരൊറ്റ പദാണ്. ജനങ്ങളെ നിങ്ങൾ സൂക്ഷിക്കുക. മനസ്സിലായോ? യാ അയ്യുഹന്നാസു തഖൂ, ജനങ്ങളെ നിങ്ങൾ സൂക്ഷിക്കുക. ആരെ? റബ്ബക്കും, നിങ്ങളുടെ രക്ഷിതാവിനെ, നിങ്ങളുടെ റബ്ബിനെ. റബ്ബ് എന്ന് പറഞ്ഞാൽ എന്താന്നുള്ളത് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. എന്താ റബ്ബ് എന്ന് പറഞ്ഞാൽ? പടിപടിയായി വളർത്തുന്നവനാണ്. യാ അയ്യുഹന്നാസു തഖൂ റബ്ബക്കും, ഓ ജനങ്ങളെ നിങ്ങൾ നിങ്ങളുടെ രക്ഷിതാവിനെ സൂക്ഷിക്കുക. അവിടെ ഒരു ജീമുണ്ട്. ആ ജീം നമ്മൾ പറഞ്ഞില്ല. ആ ജീം എന്തിനുള്ളതാ? ജായിസ്. ജായിസ് എന്ന് പറഞ്ഞാൽ അവിടെ നിർത്താം, നിർത്താതെയും എന്ത് ചെയ്യാം? ഓതാവുന്നതാണ്. യാ അയ്യുഹന്നാസു തഖൂ റബ്ബക്കും, ഓ ജനങ്ങളെ നിങ്ങൾ നിങ്ങളുടെ റബ്ബിനെ, രക്ഷിതാവിനെ സൂക്ഷിക്കുക. ഇന്ന സൽസലത്തസ്സാഅതി, ഇന്ന, ആ നൂനിന് നാസിന്റെ അതേ നിയമം തന്നെയാണ്. ശദ്ദുള്ള നൂന് വന്നാൽ മണിച്ചു കൊണ്ടോതണം. ഇന്ന സൽസലത, ഇന്ന സൽസലത, കണ്ടോ? അങ്ങനെയാണ് ഓതേണ്ടത്. ഇന്ന എന്ന് പറഞ്ഞാൽ തീർച്ചയായും. സൽസലത, എന്താ സൽസലത്ത് എന്ന് പറഞ്ഞാൽ? നിങ്ങൾക്കൊക്കെ അറിയാവുന്നതാണ്, ഇതിലെല്ലാം അറിയണ തന്നെ. എന്താ സൽസല? സിൽസാൽ, പ്രകമ്പനം, ഭൂകമ്പം, ഭൂമി കുലുക്കം, ഘോരമായ ശബ്ദം എന്നൊക്കെ എന്തിനർത്ഥമുണ്ട്? സൽസലക്ക് അർത്ഥമുണ്ട്. ഇന്ന തീർച്ചയായിട്ടും, നിശ്ചയമായും, സൽസല കുലുക്കം, പ്രകമ്പനം എന്നൊക്കെയാണ്. യാ അയ്യുഹന്നാസ്, ഏ മനുഷ്യരെ, ഇത്തഖൂ നിങ്ങൾ സൂക്ഷിക്കുക. റബ്ബക്കും നിങ്ങളുടെ രക്ഷിതാവിനെ. ഇന്ന സൽസലത തീർച്ചയായും അല്ലെങ്കിൽ നിശ്ചയമായും കുലുക്കം, പ്രകമ്പനം. എന്തിൻ്റെ പ്രകമ്പനം? അസ്സാഅത്തി, സാഅത്ത് എന്ന് പറഞ്ഞാൽ അന്ത്യദിനം. സാഅത്ത് എന്ന് പറഞ്ഞാൽ വാച്ച് എന്നാണ് അർത്ഥം. വാച്ച്, സമയം എന്നൊക്കെ സാഅത്തിന് അർത്ഥമുണ്ട്. ക്ലോക്ക്, അതിനും സാഅത്ത് എന്ന് പറയും. അതായത് സമയം അറിയാൻ ഉപയോഗിക്കുന്ന ഉപകരണം സാഅത്ത്. അപ്പോൾ ഇവിടെ സാഅത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? ഈ ജീവിതത്തിൻ്റെ അവസാന നിമിഷം. അതേതാ? അന്ത്യദിനം, അന്ത്യനാള്, അന്ത്യഘട്ടം. മനസ്സിലായോ? അപ്പോൾ അസ്സാഅത്തി, അന്ത്യസമയത്തിൻ്റെ കിലുക്കം അല്ലെങ്കിൽ പ്രകമ്പനം. ഷൈഉൻ അദീം, ഷൈഉൻ എന്ന് പറഞ്ഞാൽ എന്താ? കാര്യം എന്നാണ് അർത്ഥം. കാര്യം ഷൈഉൻ എന്ന് പറഞ്ഞാൽ. അലീം എന്ന് പറഞ്ഞാൽ വമ്പിച്ച അല്ലെങ്കിൽ മഹത്തായ ഒരു കാര്യമാണ്, ഭയങ്കരമായൊരു സംഭവമാണ്. അറിയില്ല, നമ്മൾ ഇപ്പോൾ ഒരു ആക്സിഡൻ്റാണ് സംഭവിച്ചാൽ നമ്മൾ അത് കാണേണ്ടി തന്നെയാണ്, ഭയങ്കര സംഭവമായിരുന്നത് എന്ന് നമ്മൾ പറയില്ലേ? ഇന്ന സാഅത്ത, ഏതാണ് ആ സമയം? ഏതാ സമയം? അന്ത്യനാള്. അപ്പോൾ ഖിയാമത്ത് നാള് ഭയങ്കരമായ ഒരു സംഭവമായിരിക്കുമെന്നാണ്
ഒന്നാമത്തെ ആയത്തിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യുന്നത്, സൂചന നൽകുന്നത്. അതായത് മരണത്തിൻ്റെ തുടക്കമാണ് ഒന്നാമത്തെ ആയത്ത് നമ്മളെ ബോധ്യപ്പെടുത്തുന്നത്. ഈ ലോകത്തിനൊരന്ത്യമുണ്ടെന്നും ആ അന്ത്യദിനത്തിൻ്റെ സന്ദർഭത്തിൽ ഉണ്ടാകുന്ന ആ പ്രകമ്പനം, അല്ലെങ്കിൽ ആ ഭൂകമ്പം, അതല്ലെങ്കിൽ ആ ഒരു ഇളക്കം, അതെന്താണ്? അത് വല്ലാത്ത ഒരു മഹത്തായ ഗൗരവമേറിയ കാര്യം തന്നെയാകുന്നു എന്നാണ് ഈ ആയത്തിലൂടെ ഒന്നാമതായി അള്ളാഹു നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഈ സൂറത്തിൽ വിശദീകരിക്കപ്പെടുന്ന കാര്യം എന്തിനെക്കുറിച്ചാ? ഒന്നാമത്തെ വിഷയം എന്താ? മരണാനന്തര ജീവിതത്തെ സംബന്ധിച്ചാണ്. ആ മരണാനന്തര ജീവിതത്തിലേക്കുള്ള കവാടമാണ് എന്ത്? ഈ പറഞ്ഞ സന്ദർഭം. മനസ്സിലാവുണ്ടോ? ഒരാൾ മരിക്കുന്നതോടുകൂടി എന്തായി? അയാൾ മറ്റൊരു ലോകത്തുള്ള ജീവിതമായി, ബർസഖിയായ ലോകത്തുള്ള ജീവിതമാണ്. ഇൻഷാ അല്ലാഹ് തുടർന്നുള്ള ആയത്തുകളിലൊക്കെ വിശദീകരിക്കുന്നുണ്ട്. ഈ ആയത്തിൻ്റെ അർത്ഥമൊന്നും കൂടെ നോക്ക്. പൂർണ്ണമായിട്ട് എഴുതിയെടുക്കേണ്ടവർക്ക് എഴുതിയെടുക്കാം. ഏ മനുഷ്യരെ, നിങ്ങളുടെ രക്ഷിതാവിനെ ഭയപ്പെടുവിൻ. നിശ്ചയമായും അന്ത്യസമയത്തിലെ, അതായത് ലോകാവസാന ഘട്ടത്തിലെ പ്രകമ്പനം അത് വമ്പിച്ച ഒരു കാര്യമാകുന്നു എന്നാണ്. എന്താണ് ഈ ആയത്തെ നമ്മളെ വിശദീകരിക്കുന്നത്? എന്താണ് ഈ ആയത്തെ നമ്മളെ പഠിപ്പിക്കുന്നത്? ലോകാവസാനത്തിൻ്റെ സമയത്ത് സംഭവിക്കുന്ന ഭയങ്കരമായ ഒരു സംഭവം, അതാണ് ശരിക്ക് സൽസല എന്ന് പറഞ്ഞാൽ. സൂറത്തു സിൽസാൽ കേട്ടില്ലേ? ഇദാ സുൽസിലത്തിൽ അർളു സിൽസാലഹ. അതിൽ പറയുന്നുണ്ട് എന്താണ് സംഭവിക്കുക എന്നുള്ളത്. വഅഖ്റജത്തിൽ അർളു അസ്ഖാലഹ വഖാലൽ ഇൻസാനു മാ ലഹാ യൗമഇദിൻ തുഹദ്ദിസു അഖ്ബാറഹ. അല്ലേ? എന്താ പറഞ്ഞത്? എന്താണ് ആ പ്രകമ്പനം എന്ന് പറഞ്ഞാൽ? എന്താ? അന്ത്യനാളിൻ്റെ അടയാളമാണ്. അന്ന് സംഭവിക്കുന്ന സംഭവം എന്താ? ഭൂമി കീഴ്മേൽ മറിയും. അതായത് ഭൂമിക്കടിയിലുള്ളതെല്ലാം പുറത്തു കൊണ്ടുവരികയും പുറത്തുള്ളത് മുഴുവനും അകത്താക്കുകയും ചെയ്യുന്ന സന്ദർഭമാണ് എന്ന് സൂറത്തു സിൽസാലിലൂടെ അള്ളാഹു എന്ത് ചെയ്യുന്നുണ്ട്? വിശദീകരിക്കുന്നുണ്ട്. ഇതിങ്ങനെ കാണുമ്പോൾ ആ സമയത്തുള്ള മനുഷ്യർ ചോദിക്കും, എന്താ ചോദിക്കുക? എന്തു പറ്റി ഈ ഭൂമിക്ക്? വഖാലൽ ഇൻസാനു മാ ലഹാ. മനുഷ്യൻ ചോദിക്കുന്ന എന്തു പറ്റിയെന്ന്. ഏ മനുഷ്യരെ, നിങ്ങളുടെ രക്ഷിതാവിനെ ഭയപ്പെടുവിൻ. നിശ്ചയമായും അന്ത്യസമയത്തിലെ പ്രകമ്പനം അത് വമ്പിച്ച പ്രകമ്പനമാകുന്നു എന്നാണ് ഈ സൂറത്ത് ഒന്നാമത്തെ ആയത്തിലൂടെ തന്നെ അള്ളാഹു എന്ത് ചെയ്യുന്നത്? നമുക്ക് വിശദീകരിച്ചു തരുന്നത്. ഇനി എന്താണ് ആ ദിവസത്തിലെ പ്രകമ്പനം, അല്ലെങ്കിൽ ആ ദിവസത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളെന്ന് രണ്ടാമത്തെ ആയത്തിലൂടെ അള്ളാഹു എന്ത് ചെയ്യുന്നുണ്ട്? എടുത്തു പറയുന്നുണ്ട്. അന്ന് എന്തൊക്കെ സംഭവിക്കും, എന്തൊക്കെയായിരിക്കും ആ സന്ദർഭത്തിലുണ്ടാകുന്ന, അത് അന്ത്യദിനത്തിൽ ഉണ്ടാകുന്ന സംഭവ വികാസങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് രണ്ടാമത്തെ ആയത്തിലൂടെ എന്ത് ചെയ്യുന്നുണ്ട്? അള്ളാഹ് പറയുന്നുണ്ട്. ഈ സൂറത്ത് അവതരിക്കുന്നത് ബനൂ മുസ്തലഖ് യുദ്ധം നടക്കുന്ന സന്ദർഭത്തിലാണ്. ബനൂ മുസ്തലഖ് യുദ്ധം നടക്കുന്ന സന്ദർഭത്തിലാണ് ഈ സൂറത്ത് അവതരിക്കുന്നത്. അപ്പോൾ ഒരു യുദ്ധകാലത്തിലാണ് ഈ സൂറത്ത് അവതരിക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ യുദ്ധവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ ഈ സൂറത്തിലൂടെ എന്ത് ചെയ്യുന്നുണ്ട്? പരാമർശിക്കുന്നുണ്ട്. ഈ സൂറത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജിബ്രീലിൽ നിന്ന് കേട്ട് പ്രവാചകൻ അത് തൻ്റെ അനുചരന്മാർക്ക്, സ്വഹാബത്തിന് വിശദീകരിച്ചു കൊടുത്തപ്പോൾ അവരുടെ ജീവിതത്തിൽ മറ്റൊരിക്കൽ പോലുമില്ലാത്ത രൂപത്തിൽ അവർ പൊട്ടി കരഞ്ഞിരുന്നു എന്ന് ഹദീസുകളിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. പരിശുദ്ധ ഖുർആനിൽ നിന്ന് മറ്റു സൂറത്തുകളും ആയത്തുകളും അവതരിക്കുന്ന സന്ദർഭത്തിൽ ഉണ്ടാകുന്നതിനേക്കാൾ കൂടുതൽ സ്വഹാബത്ത് ഏറെ തേങ്ങി കരഞ്ഞ ഒരധ്യായമായിരുന്നു സൂറത്തുൽ ഹജ്ജ് എന്ന് റിപ്പോർട്ട് ചെയ്തത് നമുക്ക് കാണാൻ കഴിയും.
അതുകൊണ്ട് നമ്മൾ പഠിക്കുന്നത് അതേ ഖുർആനാണ്, അതേ സൂറത്താണ്, അതേ ആയത്താണ് നമ്മളും എന്ത് ചെയ്യുന്നത്, പഠിക്കുന്നത്. അതുകൊണ്ട് ആ ഒരു ചിന്തയോടുകൂടി ആയിരിക്കണം നമ്മൾ ഇനി ഇത് കേൾക്കേണ്ടത്. സ്വഹാബത്ത് അത്രത്തോളം കരഞ്ഞിരുന്നു എന്നാ. നമ്മളെപ്പോലെ അല്ല സ്വഹാബത്ത്. ഹദീസുകളിലൊക്കെ കാണാം അവരുടെ മുഖങ്ങളിൽ കരഞ്ഞിട്ട് കണ്ണുനീരിൻ്റെ പാടുകൾ കാണാമായിരുന്നു എന്ന് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പരിശുദ്ധ ഖുർആനിൻ്റെ ആയത്തുകൾ കേട്ടിട്ട് കരഞ്ഞ സ്വഹാബത്ത്. എത്രയോ ഖാരിഈങ്ങളുടെ ഖിറാഅത്ത് നമ്മൾ കേൾക്കുമ്പോൾ അവരിടക്കിടക്ക് കരയുന്നത് കാണാം. അത് വെറുതെ കരയുന്നതല്ല. ആ വിഷയത്തിൽ പരാമർശിക്കുന്ന, ആ ആയത്തിൽ പരാമർശിക്കുന്ന വിഷയങ്ങളുടെ മഹത്വം, അതിൻ്റെ ഗാംഭീര്യത, അല്ലെങ്കിൽ ആ വിഷയം പരിഗണിച്ചിട്ട് അതിൻ്റെ അർത്ഥം മനസ്സിലാക്കി അവരുടെ ഹൃദയത്തിൽ നിന്നാണ് ആ കരച്ചിൽ വരുന്നത്. മുൻഗാമികളായ സലഫുസ് സ്വാലിഹീങ്ങളായ പണ്ഡിതന്മാരൊക്കെ പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ പൊട്ടി പൊട്ടി കരയാറുണ്ടായിരുന്നു എന്ന് ചരിത്രത്തിൽ കാണാം. ആയിഷ ബീബി റളിയല്ലാഹു അൻഹ പറഞ്ഞില്ലേ, എന്ത്, റസൂലുള്ളാഹിനോട്, അള്ളാൻ്റെ റസൂലിന് അവസാന സന്ദർഭം രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടിയപ്പോൾ നിസ്കരിക്കാൻ പള്ളിയിൽ വരാൻ കഴിയാത്ത സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹുവിനെ പ്രവാചകനെ ഇമാമായി നിർത്തി. എന്താ ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞത്? എൻ്റെ ഉപ്പാനെ നിങ്ങൾ നിസ്കരിക്കാൻ നിർത്തരുത്, ഇമാമായി നിർത്തരുത്. കാരണം അദ്ദേഹത്തിന് ആ നിസ്കാരം പൂർത്തീകരിക്കാൻ കഴിയില്ല. എന്തുകൊണ്ട്? ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ അത്രത്തോളം പൊട്ടി പൊട്ടി കരഞ്ഞിരുന്നു എന്ന് ഹദീസുകളിൽ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹുവിനെ സംബന്ധിച്ച് നമുക്ക് കാണാൻ കഴിയും. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു സ്വർഗ്ഗമുണ്ടെന്ന് സന്തോഷവാർത്ത പ്രവാചകന്റെ നാവിലൂടെ കേട്ട സ്വഹാബത്ത് അവരൊക്കെ. അബൂബക്കറും ഫിൽ ജന്ന, ഉമറും ഫിൽ ജന്ന, ഉസ്മാനും ഫിൽ ജന്ന, അലിയും ഫിൽ ജന്ന റളിയല്ലാഹു അൻഹും അജ്മഈൻ. ഇവരൊക്കെ സ്വർഗ്ഗമുണ്ട് എന്ന് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നാവിലൂടെ സന്തോഷവാർത്ത കേട്ട സ്വഹാബത്ത. മരിച്ചിട്ടല്ല അവർ സ്വർഗത്തിലാണെന്ന് നബി പറഞ്ഞത്, പിന്നെ ജീവിച്ചിരിക്കുമ്പോഴാണ് അവർക്ക് സ്വർഗ്ഗമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നാവിലൂടെ അവർ കേട്ടതാണ്. എന്നിട്ട് പോലും അവരുടെ ജീവിതത്തിൽ അവർ എത്രമാത്രം സൂക്ഷ്മത കാണിച്ചിരുന്നു എന്നും പ്രവർത്തിച്ചിരുന്നു എന്നുമൊക്കെ നമുക്ക് ആലോചിക്കാനേ ഉള്ളൂ. നിങ്ങൾ ആലോചിച്ച് നോക്കി, നമ്മൾ കുറച്ച് കർമ്മങ്ങൾ ചെയ്യുമ്പോഴേക്ക് നമ്മൾ തന്നെയാണ് വിചാരിക്കുക നമ്മൾ സ്വർഗത്തിലാണെന്ന്, അല്ലേ? ഒരു ഖുർആൻ ക്ലാസ്സിന് വന്ന്, അല്ലെങ്കിൽ ഒരു 5 വക്ത് നിസ്കാരം നിർവഹിച്ച് കുറച്ച് നോമ്പൊക്കെ അനുഷ്ഠിച്ച് ഇങ്ങനെ നടക്കുന്ന ഒരാളെ കുറിച്ച് നമ്മൾ പറയും, ഓ സ്വർഗത്തിൽ തന്നെയാണ് അറിയും, അല്ലെങ്കിൽ സ്വർഗത്തേക്കുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട് എന്ന് പറയും. നമ്മളെ കിബറാണ് ശരിക്കത്, അല്ലേ? ആ സ്വഹാബത്ത് സ്വർഗത്തിലേക്ക് എത്താൻ എത്രമാത്രം സ്വർഗത്തിലാണെന്നറിഞ്ഞിട്ട് പോലും നമ്മൾ നോക്കി, നമുക്കൊരു ഓഫർ ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിനു വേണ്ടി അധ്വാനിക്കുമോ? ഇല്ലല്ലോ. അത് നിങ്ങൾക്ക് കിട്ടുമെന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ അതിനു വേണ്ടി അധ്വാനിക്കുമോ? ഒരിക്കലും ഉണ്ടാവില്ല. മേലനങ്ങി പണിയെടുക്കൂല നമ്മൾ. കാരണം എന്താ? അത് നമുക്ക് കിട്ടും, പിന്നെന്തിനാ ഇപ്പം നമ്മൾ വെറുതെ കഷ്ടപ്പെടുന്നതെന്ന് അറിയും. നമ്മൾ വേറെന്ത് ഏർപ്പാടുണ്ടോ നോക്കും. അങ്ങനെയാണ് പൊതുവെ നമ്മൾ ചെയ്യുക. യഥാർത്ഥത്തിൽ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു തുടങ്ങിയ പ്രവാചകന്റെ സ്വഹാബത്ത് ജീവിതത്തിലുടനീളം ഭൗതികമായ കാര്യങ്ങൾ വരെ മാറ്റിവെച്ച് ആഖിറത്തിന് വേണ്ടി മരണം വരെ ജീവിച്ച വ്യക്തിത്വത്തിൻ്റെ ഉടമയായിരുന്നു എന്ന് സ്വഹാബത്തിൻ്റെ ചരിത്രത്തിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും. ഇപ്പം പറഞ്ഞെന്താ വെച്ചാൽ, സ്വഹാബാക്കൾ മുഴുവനും എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? സൂറത്തുൽ ഹജ്ജ് കേട്ടിട്ട്, ഹജ്ജിൽ പരാമർശിക്കുന്ന ആയത്തുകൾ കേട്ടിട്ട് അവർ പൊട്ടിക്കരഞ്ഞിരുന്നു എന്ന് ഹദീസുകളിൽ നമുക്ക് കാണാൻ കഴിയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മറ്റു സൂറത്തുകളും ആയത്തുകളും അവർക്ക് കേൾപ്പിച്ചു കൊടുക്കുന്നതിനേക്കാൾ കൂടുതൽ അവർ കരഞ്ഞൊരു സൂറത്താണേത്? സൂറത്തു ഹജ്ജ് എന്ന് പറയുന്നത്. ഈ സൂറത്ത് അവതരിക്കുന്ന സ്ഥലം ബനു മുസ്തലിഖ് യുദ്ധം നടക്കുന്ന സന്ദർഭത്തിൽ. ബനു മുസ്തലിഖ് യുദ്ധം നടന്നത് മക്കയുടെയും മദീനയുടെയും ഇടയിൽ വെച്ചുകൊണ്ടാണ്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ നിങ്ങളോട് സൂചിപ്പിച്ചില്ലേ, ചില ആയത്തുകൾ എവിടെ വെച്ച് ഇറങ്ങിയതാണ്? മക്കയുടെയും മദീനയുടെയും ഇടയിലാണ്
ഈ സൂറത്തിലെ ചില ആയത്തുകൾ അവതരിച്ചത് എന്ന് പറഞ്ഞത് ആ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇൻഷാ അല്ലാഹ് 78 ആയത്തുള്ളൂ. സൂറത്തുൽ ഹജ്ജ് നമ്മൾ പഠിച്ചാൽ തന്നെ ജീവിതത്തിൽ ഒരുപാട് നമുക്ക് മാറ്റങ്ങൾ ഉണ്ടാവുന്നത് കാണാൻ കഴിയും. പല മുഫസ്സിറുകളുടെയും ജീവിതത്തിൽ പരിവർത്തനങ്ങൾക്ക് കാരണമായത് പരിശുദ്ധ ഖുർആനിൻ്റെ അർത്ഥസഹിതമുള്ള പഠനമാണ് എന്ന്, ആശയങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ള പഠനമാണ് എന്ന് നമുക്ക് ചരിത്രത്തിൽ നിന്ന് കാണാൻ കഴിയും. ഒരുപാട് സ്വഹാബത്തിൻ്റെ അല്ലേ, പലപ്പോഴും നമ്മൾ പറഞ്ഞിട്ടുണ്ട് എന്ത്, മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹുവിൻ്റെ ജീവിതത്തിലുണ്ടായ മാറ്റം അത് ഖുർആനിൽ നിന്നായിരുന്നു എന്ന്. കാരണം അത്രയും ദൂർത്ത് കാണിച്ചിരുന്ന, ഒരുപാട് വസ്ത്രങ്ങൾ ഒരു ദിവസത്തിൽ തന്നെ മാറ്റി മാറ്റി എടുത്തിരുന്ന ഒരു വ്യക്തിത്വമായിരുന്നു ആര്? മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു. അദ്ദേഹം നബിയിൽ നിന്ന് ആയത്തുകൾ കേൾക്കുകയും പ്രവാചകന്റെ കൂടെ ജീവിക്കുകയും ചെയ്ത സന്ദർഭത്തിൽ ഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ മുസ്രിഫീൻ, ധൂർത്ത് കാണിക്കുന്നവരെ അള്ളാഹു ഒരിക്കലും ഇഷ്ടപ്പെടുകയില്ല എന്ന ആയത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടിട്ടാണ് അദ്ദേഹം തൻ്റെ സമ്പത്ത് മുഴുവനും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചിലവഴിക്കാൻ കാരണമായത് എന്ന് പിന്നെ ഹദീസുകളിൽ, ചരിത്രങ്ങളിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. അവസാനം കോടീശ്വരനായ, ധനാഢ്യനായ, സമ്പന്നനായിരുന്ന മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു ഉഹദിൻ്റെ രണാങ്കണത്തിൽ ശത്രുക്കളുടെ അമ്പേറ്റുകൊണ്ട് പിടഞ്ഞു വീണ് മരിക്കുമ്പോൾ ഈ ദുനിയാവിൽ അദ്ദേഹത്തിൻ്റെ സമ്പത്ത് അദ്ദേഹം ബാക്കി വച്ചത് ഒരു കഷ്ണം കഫം പുടവ മാത്രമായിരുന്നു എന്ന്. ആ കഫം പുടവ തന്നെ തലമറച്ചാൽ കാല് മറയാത്ത, കാല് മറച്ചാൽ തലമറയാത്ത ചെറിയ ഒരു കഷ്ണം കഫം പുടവ മാത്രമാണ് കോടീശ്വരനായ, ധനാഢ്യനായ മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു ഈ ലോകത്ത് ബാക്കിയാക്കി വെച്ചത് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശദീകരിച്ചത് ആ ചരിത്രം നമുക്ക് കാണാൻ കഴിയും. മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹുവിനെ കഫൻ ചെയ്യുമ്പോൾ നബി തങ്ങൾ പറഞ്ഞു, ഉള്ള ആ കഷ്ണം തുണി കൊണ്ട് തലഭാഗം മുതൽക്ക് ഇങ്ങോട്ട് മറച്ച് കാലിൻ്റെ ഭാഗത്ത് എന്ത് ചെയ്യുക, പുല്ല് വെച്ച് കെട്ടിയിട്ട് നിങ്ങൾ മുസ്അബിനെ കഫൻ ചെയ്യൂ എന്ന് അള്ളാൻ്റെ റസൂല് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കി, കോടീശ്വരനായ, ധനാഢ്യനായ ആ സ്വഹാബി ഈ ലോകത്ത് അവസാനം അദ്ദേഹത്തിൻ്റെ സമ്പത്തിൽ നിന്ന് ബാക്കിയാക്കി വച്ചത് ഈ ഒരു കഷ്ണം കഫം പുടവ മാത്രമാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഖുർആനിൻ്റെ പരിവർത്തനമാണ് അതൊക്കെ. എത്രയോ സ്വഹാബികളുടെ ചരിത്രങ്ങൾ പരിശോധിച്ചാൽ അവർക്കൊക്കെ ജീവിതത്തിൽ ഒരു ടേണിംഗ് പോയിന്റ് അതെന്താണ്? ഖുർആനാണ്. നമ്മളിതൊക്കെ പഠിച്ചാലും നമ്മളെ ജീവിതത്തിൽ എന്താണ്, നമ്മളങ്ങനെ പോണത് ആ രൂപത്തിലേ പോകുള്ളൂ. എന്തുകൊണ്ടാണെന്നറിയോ? ഫീ ഖുലൂബിഹിം മറദുൻ ഫസാദഹുമുല്ലാഹു മറള. ഇതാണ് അല്ലാഹു പറഞ്ഞത്. നമ്മളെ ഹൃദയത്തിനൊക്കെ ചില രോഗങ്ങളുണ്ട്. ആ രോഗം ചികിത്സിക്കാതെ ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല? ഖുർആനിൻ്റെ പഠനം കൊണ്ട് ഒന്നും നേടാൻ കഴിയില്ല. അതുകൊണ്ടാണ് അല്ലാഹു പറഞ്ഞത്, ആ രോഗത്തങ്ങൾ ചികിത്സിക്കുകയാണെങ്കിൽ അള്ളാഹു എന്ത് ചെയ്യും? നിങ്ങൾക്ക് എളുപ്പമാക്കി തരും. അള്ളാഹു നിങ്ങളെ ഖുർആൻ പഠിക്കുന്നത് നിങ്ങൾക്ക് എളുപ്പമാക്കി തരികയും നിങ്ങളുടെ ഹൃദയത്തിൽ അത് പരിവർത്തനം ഉണ്ടാക്കുകയും ചെയ്യുമെന്നാണ്. ആ രോഗത്തിനെ നമ്മൾ ചികിത്സിച്ചിട്ടില്ലെങ്കിലോ ഫീ ഖുലൂബിഹിം മയ്യിത്തുൻ, അവരുടെ ഹൃദയങ്ങൾ ചത്ത ഹൃദയങ്ങളായി മാറുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് പലപ്പോഴും നിങ്ങൾ കേട്ട ഹദീസാണ്, റസൂലുള്ളാഹി പറഞ്ഞു 5 കാര്യങ്ങൾ കൊണ്ട് ഹൃദയത്തിന് ബാധിക്കുന്ന രോഗങ്ങളെ ചികിത്സിക്കാൻ പറ്റുമെന്ന്. അതിലൊന്നാണെന്ത്? ഖുർആനിൻ്റെ അർത്ഥസഹിതമുള്ള പാരായണം. രണ്ടാമത്തേതാണ് നോമ്പെടുക്കൽ, സുന്നത്ത് നോമ്പെടുക്കൽ. മൂന്നാമത്തേതാണ് ഖിയാമുൽ ലൈൽ, രാത്രി നിസ്കരിക്കൽ. അതേപോലെ തന്നെ കുടുംബബന്ധം ചേർക്കൽ. അതുപോലെ തന്നെ നല്ല ആളുകളുമായി കൂട്ടുകൂടൽ. ഇങ്ങനെ തുടങ്ങിയ കാര്യങ്ങളിലൂടെ നിങ്ങളുടെ ഹൃദയത്തിന് ബാധിക്കുന്ന രോഗങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും?
ചികിത്സിക്കാൻ കഴിയുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഒന്നാമത്തെ ആയത്ത് കൃത്യമായി കാണാതെ പഠിച്ച് അതിൻ്റെ അർത്ഥസഹിതം പഠിച്ച് മനസ്സിലാക്കി വരിക. ഹജ്ജുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ സൂറത്ത് അവതീർണമായതുകൊണ്ട് ഹജ്ജിൽ നമ്മൾ ചൊല്ലേണ്ടുന്ന പ്രാർത്ഥനകളും ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ഈ ക്ലാസ് മുതൽക്ക് നമ്മൾ പഠിക്കണം. ഞാൻ എടുത്തു തരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. കൂടുതലൊന്നുമില്ല, കുറച്ചേ ഉള്ളൂ. ഹജ്ജിൽ നമ്മൾ ചൊല്ലേണ്ടുന്ന പ്രാർത്ഥനകൾ. അതിൽ നമുക്കറിയാം ഹജ്ജിൽ മെയിനായിട്ട് നിയ്യത്താണുള്ളത്. ഹജ്ജിന് വേണ്ടി നിയ്യത്ത് കരുതൽ എങ്ങനെ? ലബ്ബൈക്ക് അല്ലാഹുമ്മ ലബ്ബൈക്ക് അല്ലാഹുമ്മ ഹജ്ജതൻ. അതാണ് ഹജ്ജിൻ്റെ നിയ്യത്ത്. ലബ്ബൈക്ക് അല്ലാഹുമ്മ ഹജ്ജതൻ എന്നാണ് ഹജ്ജിൻ്റെ നിയ്യത്ത്. അള്ളാഹുവിൻ്റെ റസൂല് നാവ് കൊണ്ട് ഉച്ചരിക്കണമെന്ന് പറഞ്ഞ കർമ്മങ്ങളുടെ കൂട്ടത്തിൽ ആകെ ഒരൊറ്റ കർമ്മത്തിനെ ഈ നിയ്യത്ത് നാവ് കൊണ്ട് ഉച്ചരിക്കേണ്ടതുള്ളൂ. ഹജ്ജിന്, ഉംറക്കും. ലബ്ബൈക്ക് അല്ലാഹുമ്മ ഉംറത്തൻ എന്ന് ഉംറക്കും, ലബ്ബൈക്ക് അല്ലാഹുമ്മ ഹജ്ജൻ എന്ന് ഹജ്ജിനും എന്ത് ചെയ്യണം? നാവ് കൊണ്ട് ഉച്ചരിക്കുകയും വേണം, മനസ്സുകൊണ്ട് കരുതുകയും വേണം. ഇതല്ലാത്ത ലോകത്ത് ഒരു കർമ്മം നിർവഹിക്കുമ്പോഴും എന്ത് ചെയ്യേണ്ടതില്ല? നാവ് കൊണ്ട് ഉച്ചരിക്കേണ്ടതില്ല. പിന്നെ ഹജ്ജും ഉംറയിലും നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ്, ആ നിയ്യത്ത് കരുതിയത് മുതൽ അല്ലെങ്കിൽ ആ നിയ്യത്ത് ചൊല്ലിയത് മുതൽ നമ്മൾ പിന്നെ ഹറമ് വരെ ചെയ്യേണ്ടുന്ന ഒന്നാണ് തൽബിയത്ത് എന്ന് പറയുന്നത്. തൽബിയത്ത്. ആ തൽബിയത്ത് എന്താ? ലബ്ബൈക്ക് അല്ലാഹുമ്മ ലബ്ബൈക്ക് ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക്ക് ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക്ക് ലാ ശരീക ലക്. ഇമാം ബുഖാരി ഉദ്ധരിച്ചിട്ടുള്ള, ഇമാം മുസ്ലിം ഉദ്ധരിച്ചിട്ടുള്ള ഒരു ഹദീസും കൂടെയാണത്. ഒരു പ്രാർത്ഥന എന്നതിലുപരി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ഹദീസായിക്കൊണ്ട് പഠിപ്പിച്ചതാണ്. ഇമാം ബുഖാരിയും മുസ്ലിമും ഉദ്ധരിച്ച ഹദീസ് എന്നുള്ള നിലക്ക് അതിന് പറയുന്നൊരു പേരുണ്ട്. എന്തത്? മുത്തഫഖുൻ അലൈഹി. അപ്പോൾ ഇതിൽ ഹദീസ് നമ്മളെടുത്തു, അതേപോലെ തന്നെ പ്രാർത്ഥനയും നമ്മളെടുത്തു. ഈ ക്ലാസ്സിൽ ഹദീസ് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലബ്ബൈക്ക് അല്ലാഹുമ്മ ലബ്ബൈക്ക് ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക്ക് ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക്ക് ലാ ശരീക ലക്. അതാണ് ഹദീസ്. ഇമാം ബുഖാരി മുസ്ലിം ഉദ്ധരിച്ച ഹദീസിൻ്റെ റിപ്പോർട്ടാണത്. പറ്റുന്നവരുണ്ടെങ്കിൽ ഹദീസ് ആ രൂപത്തിൽ തന്നെ എഴുതിയെടുക്കാൻ ശ്രദ്ധിക്കണം. ഇല്ലെങ്കിൽ നിങ്ങൾ ഈ പ്രാർത്ഥനയെങ്കിലും എന്ത് ചെയ്യണം? എഴുതിയെടുത്ത് പഠിക്കണം. ഇതെല്ലാവർക്കും അറിയാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എന്താ അതിൻ്റെ അർത്ഥം? ലബ്ബൈക്ക് അല്ലാഹുമ്മ ലബ്ബൈക്ക് ലബ്ബൈക്ക് അല്ലാഹുമ്മ ലബ്ബൈക്ക്. അല്ലാഹുവേ നിന്റെ വിളിക്ക് ഞാനിതാ ഉത്തരം നൽകിയിരിക്കുന്നു. പിന്നെ ലബ്ബൈക ലാ ശരീക ലക് ലബ്ബൈക ലാ ശരീക ലക്. എന്താ? നിനക്ക് ഒരു പങ്കുകാരനുമില്ലെന്ന് ഞാൻ നിന്റെ വിളിക്ക് ഉത്തരം നൽകിയിരിക്കുന്നു. പിന്നെ അല്ലാഹുവേ നിന്റെ വിളിക്ക് ഞാനിതാ ഉത്തരം നൽകിയിരിക്കുന്നു, നിന്റെ വിളി ഞാൻ കേട്ടെത്തിയിരിക്കുന്നു. അങ്ങനെ ലബ്ബൈക്ക് എന്ന് പറഞ്ഞാൽ ഉത്തരം നൽകിയിരിക്കുന്നു. നിനക്ക് ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിപ്പിലോ സംരക്ഷണത്തിലോ ആരാധനക്കർഹനാകുവാനുള്ള അധികാരത്തിലോ ഒന്നും യഥാർത്ഥത്തിൽ യാതൊരു പങ്കുകാരുമില്ല. നിന്റെ വിളിക്ക് ഞാനിതാ ഉത്തരം ചെയ്തിരിക്കുന്നു. നിശ്ചയം എല്ലാ സ്തുതിയും നന്ദിയും നിനക്കാണ്. കാരണം അനുഗ്രഹങ്ങളും നിന്നിൽ നിന്നാണ്, എല്ലാറ്റിലുമുള്ള പരമാധികാരവും നിനക്കാണ്. ഇവയിലൊന്നിലും നിനക്ക് യാതൊരു പങ്കുകാരുമില്ല തന്നെ. യഥാർത്ഥത്തിൽ കൃത്യമായ തൗഹീദ് എന്ത് ചെയ്യാണ്? അടിയുറച്ച് കൃത്യമായി വിശദീകരിക്കുകയാണ്, പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഒരു ഹാജി തൽബിയത്ത് ചൊല്ലുന്നതിലൂടെ എന്നതാണ്. യഥാർത്ഥത്തിൽ അവിടെ നമ്മളൊക്കെ എത്തിയ നമ്മളങ്ങനെ ചൊല്ലും, അതിൻ്റെ ഒരു അർത്ഥം എന്താണ്, അല്ലെങ്കിൽ അതിൻ്റെ ആശയം എന്താണ്, എന്താ ഞാൻ ഈ പറയുന്നത് എന്നൊന്നും പല ആളുകളും എന്ത് ചെയ്യാറില്ല, പൊതുവെ ചിന്തിക്കാറില്ല.
പ്രത്യേകിച്ച് പുതിയ ആൾക്കാർ ആദ്യമായിട്ട് കാണാൻ പോകുന്നവര് ആ നാടും സ്ഥലമൊക്കെ ഇങ്ങനെ നോക്കണം അങ്ങ് ബസ്സെന്നൊക്കെ. യഥാർത്ഥത്തിൽ ഈ പ്രാർത്ഥന മനസ്സിൽ അറിഞ്ഞുകൊണ്ട് നമ്മളെ കൊണ്ട് അള്ള പറയിപ്പിക്കുകയാണ്. ഏതുവരെ? അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ കഅബാലയം എത്തുന്നതുവരെ ആ പ്രാർത്ഥന നമ്മളെ കൊണ്ട് ചൊല്ലിപ്പിക്കുകയാണ്. ആരെ വിളിക്കുത്തരം നൽകിയ? അള്ളാൻ്റെ വിളിക്കുത്തരം നൽകിയിട്ടാണ് നമ്മൾ, അള്ളാൻ്റെ അതിഥിയായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഹറമിലേക്ക് പോകുന്നത്. അവിടെ ഹറമിൻ്റെ കവാടത്തിൽ എഴുതി വച്ചിട്ടുണ്ട് എന്ത്? അള്ളാഹുവിൻ്റെ അതിഥികൾക്ക് മർഹബ, സ്വാഗതം. നമ്മൾ ആരെ ഗസ്റ്റാ? അള്ളാഹുവിൻ്റെ ഗസ്റ്റാണ്. പോകുന്ന ആർക്കെങ്കിലും ആ ബോധമുണ്ടോ? നിങ്ങൾ ആലോചിച്ച് നോക്കി. പൊതുവെ ഇന്ന് ഹജ്ജും ഉംറയുമൊക്കെ ഒരു ഫാഷൻ മാത്രമായി പല ആളുകൾക്കും മാറിയിട്ടുണ്ട്. ഇല്ല എന്ന് നിഷേധിക്കാൻ കഴിയില്ല. അവിടെ പിടിച്ച ആ ഫോട്ടോ സെൽഫി ഒക്കെ എടുക്കുന്ന ആൾക്കാരുടെ മുഴുവൻ കാര്യങ്ങളും നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഇവിടെ നമ്മൾ ഒരു ടൂറായിട്ടാണ് പലപ്പോഴും പല ആൾക്കാരും ഉംറക്ക് വന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതൊരു ഇബാദത്താണ് എന്നും ഞാൻ അള്ളാഹുവിൻ്റെ അതിഥിയായിട്ടാണ് പോകുന്നത് എന്നുമുള്ള ലക്ഷ്യം പലപ്പോഴും എന്ത് ചെയ്യുന്നു? ആളുകൾ മറന്നു പോകുന്നു എന്നാ. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്, ഇഹ്റാമിൽ പ്രവേശിച്ചത് മുതൽ, അതായത് മീഖാത്തിൽ വെച്ച് അവിടം മുതൽക്ക് ഓരോ ഹാജിമാരും താൻ വരുന്നതിൻ്റെ ലക്ഷ്യത്തെ ഓർമ്മപ്പെടുത്തുന്നത് എന്തുകൊണ്ടാ? അള്ളാൻ്റെ അതിഥിയാണ് ഞാൻ എന്നും എൻ്റെ വിശ്വാസം തൗഹീദിൽ ഒരു പിഴവും സംഭവിച്ചിട്ടില്ല എന്നും ആവർത്തിച്ചാവർത്തിച്ച് അള്ളാഹു നമ്മളെ കൊണ്ട് പറയിപ്പിക്കുകയാണ്. ഇനി ഞാനൊന്ന് ചോദിക്കട്ടെ, ഇവിടെ ശിർക്ക് ചെയ്ത ആൾക്കാർ അവിടെ പോയിട്ട് തൽബിയത്ത് ചൊല്ലിയിട്ട് വലിയ കാര്യമുണ്ടോ? പക്ഷെ പൊറുക്കലിന് വേണ്ടി തേടിയിട്ടുണ്ടാവില്ലല്ലോ, തൗബ ചെയ്തിട്ടില്ലല്ലോ. കാരണം മൊയ്തീൻ ശൈഖിനെ വിളിക്കുന്നതും മമ്പറന്തങ്ങളെ വിളിക്കുന്നതും ഒക്കെ എന്താണ്? അവർ ഉത്തരം ചെയ്യും, അവരെൻ്റെ പ്രാർത്ഥന കേൾക്കും, അവർ അള്ളാൻ്റെ മുന്നിൽ ഞങ്ങൾക്ക് വേണ്ടി റെക്കമെൻഡ് പറയും എന്ന വിശ്വാസത്തോടു കൂടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഇവരിത് പോകുന്നത്. അതുകൊണ്ട് തൗബ ചെയ്യില്ല. കാരണം അവർ ചെയ്യുന്നത് നന്മയാണ്, നല്ലതാണ് എന്ന് വിചാരിച്ചിട്ടാണ് അവർ പോകുന്നത്. പക്ഷെ കുറേ ആളുകൾക്കൊക്കെ അവിടെ നിന്ന് ഹിദായത്ത് കിട്ടുന്നുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. ഒരുപാട് ആളുകൾക്ക് അവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ അവിടുത്തെ ആ കാര്യങ്ങൾ കണ്ടിട്ട് ഹിദായത്ത് കിട്ടുന്ന, അത് ചിലപ്പോൾ പ്രാർത്ഥനയിലൂടെ ആയിരിക്കും, ചിലപ്പോൾ ചില ആളുകളുടെ പ്രവർത്തനങ്ങൾ കൊണ്ടായിരിക്കും, അല്ലേ? എത്രയോ ആളുകൾ മാറിയിട്ടില്ലേ? അപ്പോൾ ഞാൻ പറഞ്ഞെന്തെന്ന് വെച്ചാൽ, ആത്മാർത്ഥമായി ഒരു ഹാജിയുടെ അല്ലെങ്കിൽ ഒരു ഉംറ ചെയ്യുന്ന, ഹജ്ജ് ചെയ്യുന്ന വ്യക്തിയുടെ ഹൃദയത്തിൽ നിന്ന് പുറത്തു വരേണ്ട ഒന്നാണ് തൽബിയത്ത് എന്ന് പറയുന്നത്. ആ തൽബിയത്താണ് നമുക്ക് ഹജ്ജിലും ഉംറയിലും എന്ത് ചെയ്യാനുള്ളത്? ചൊല്ലാനുള്ളത്. ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക് ഇന്നൽ ഹംദ വന്നിഅമത ലക വൽമുൽക് ലാ ശരീക ലക്. ഈ തൽബിയത്ത് നിങ്ങൾ അടുത്ത ക്ലാസ്സിൽ എന്ത് ചെയ്യണം? പഠിക്കണം. പഠിക്കണം എന്ന് പറഞ്ഞാൽ അർത്ഥത്തോടുകൂടി പഠിക്കണം. മനസ്സിലായോ? അപ്പോഴേ എന്താവുള്ളൂ? പഠനമാകുള്ളൂ. മനസ്സിലായോ? മറ്റേ ഹിഫ്ളാക്കലാണ്. അപ്പം ഇൻഷാ അല്ലാഹ് അത് നിങ്ങൾ കൃത്യമായിട്ട് പാലിക്കുക. ഇന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർക്കുക. ഈ സൂറത്ത് എവിടെയാണ് അവതരിച്ചതെന്ന് പറഞ്ഞു, ഈ സൂറത്തിൽ പ്രതിപാദിക്കുന്ന വിഷയങ്ങൾ പറഞ്ഞു, ഈ സൂറത്തിലെ ആയത്തുകൾ എത്രയെന്ന് പറഞ്ഞു, ഈ സൂറത്ത് ഏത് യുദ്ധ സന്ദർഭത്തിലാണ് അവതരിച്ചതെന്ന് പറഞ്ഞു, ആ സന്ദർഭത്തിൽ സ്വഹാബത്തിനുണ്ടായ കാര്യം പറഞ്ഞു. അതുപോലെ തന്നെ ഈ സൂറത്തിലൂടെ പരാമർശിക്കുന്ന വിഷയങ്ങൾ സൂചിപ്പിച്ചു. ലോകാവസാനത്തിൻ്റെ ആ പ്രകമ്പനം ഭയങ്കരമായിരിക്കുമെന്ന് ഒന്നാമത്തെ ആയത്തിലൂടെ സൂചിപ്പിച്ചു. ഇനി രണ്ടാമത്തെ ആയത്തിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇൻഷാ അല്ലാഹ് ആ പ്രകമ്പന ദിവസത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഇൻഷാ അല്ലാഹ്. അത് അള്ളാഹുവിൻ്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ അടുത്ത ക്ലാസ്സിൽ നമുക്ക് പഠിക്കാം. പടച്ച റബ്ബ് തൗഫീഖ് നൽകുമാറാവട്ടെ. ഈ പ്രാർത്ഥനയും നിങ്ങൾ പഠിക്കണം. കൃത്യമായിട്ട് വിശുദ്ധ ഖുർആൻ പഠിക്കുന്ന ആളുകളാവുക. നമ്മുടെ ജീവിതത്തിലെ ഒട്ടനവധി പ്രയാസങ്ങളെ അള്ളാഹു എന്ത് ചെയ്യും?
ആ ഒരു പുണ്യകർമ്മത്തിലൂടെ നമുക്ക് എളുപ്പമാക്കി തരും, പ്രയാസങ്ങൾ നീക്കിത്തരുമെന്നാണ്, അതിലുപരി സ്വർഗം കിട്ടുമെന്നാണ്. അതുപോലെ ജീവിതത്തിൽ ചെയ്തു പോയ മുഴുവൻ പാപങ്ങളും അള്ളാഹു പുറത്തു തരുമെന്നതാണ് ഇത്തരം ക്ലാസ്സുകളിൽ നമ്മൾ വന്നിരിക്കുന്നത് കൊണ്ടും സമയം ചിലവഴിക്കുന്നത് കൊണ്ടും നമുക്ക് കിട്ടുന്ന ഖൈർ എന്നത്. അതുകൊണ്ട് ആ രൂപത്തിൽ നിങ്ങളതിൻ്റെ മഹത്വം മനസ്സിലാക്കി ഇൻഷാ അല്ലാഹ് കൃത്യമായി ഖുർആൻ പഠിക്കാനും അത് ജീവിതത്തിൽ പകർത്താനും അള്ളാഹു നമുക്കൊക്കെ ആഫിയത്തും ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന പ്രയാസപ്പെടുന്ന ആളുകൾ രോഗം അല്ലാഹു ശിഫയാക്കി കൊടുക്കുമാറാവട്ടെ. മാരക രോഗങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മെ നമ്മുടെ കുടുംബത്തെയും കാത്ത് രക്ഷിക്കുമാറാവട്ടെ. അള്ളാഹുവിൻ്റെ ഖുർആൻ പഠിച്ച് അത് ജീവിതത്തിൽ പകർത്തി മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്ന മുത്തഖീങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവിൻ്റെ ഖുർആൻ പഠിക്കാനും അത് മനസ്സിലാക്കാനും അതിലേക്കുള്ള മുഴുവൻ സഹായ സഹകരണങ്ങളും നമുക്ക് വേണ്ടി ഒരുക്കി തരുന്നവർക്ക് അള്ളാഹു അർഹമായ പ്രതിഫലം ഇരുലോകത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മാരക രോഗങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മെ നമ്മുടെ കുടുംബത്തെയും കാത്ത് രക്ഷിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഹു മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിൽ ഹാജാത്ത്. اللهم أجرنا من النار ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. السلام عليكم.